ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്ക് ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ കുക്കീസ് കൊണ്ട് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഞാനിവിടെ ഒരു സ്വീറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിലോട്ട് കുറച്ച് കുക്കീസ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കുക്കീസ് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ തീ കത്തിക്കുകയോ അതുപോലെ കുക്ക് ചെയ്യുകയോ ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്നിക്കേഴ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ചോക്ലേറ്റ് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് വീണ്ടും ബിസ്ക്കറ്റ് നിരത്തി കൊടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ വെറൈറ്റിയും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി സ്വീറ്റാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് ബിസ്ക്കറ്റ് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവറിൻ്റെ ഐസ്ക്രീമും യൂസ് ചെയ്യാവുന്നതാണ്. ക്രീം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ബൗളിൽ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് ഇതാ നല്ല പെർഫെക്റ്റായി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇറ്റാലിയൻ ഡെസേർട്ട് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടിരാമിസു ആണ്. എത്ര കഴിച്ചാലും മതി വരാത്തൊരു അടിപൊളി ഡെസേർട്ടാണിത്. കൂടുതലൊന്നും പറയാനില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. ഒരു തവണ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫാനായി തീരുട്ടോ, അതിലൊരു സംശയമില്ല. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റ് ടിരാമിസു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.